നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി ഞാൻ ഉദ്ദേശിക്കുന്നത് യേശു കർത്താവിന്റെ പുനരുദ്ധാന പ്രത്യക്ഷകളെ കുറിച്ച് സംസാരിക്കാമെന്നാണ്. അതിനെ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 9-ാം വാക്യം. അവൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. പ്രാർത്ഥിക്കാം. സ്നേഹാനും പരിശുദ്ധനുമായ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ ആരാധിക്കുന്ന കർത്താവെ. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പുനരുദ്ധാന പ്രത്യക്ഷയെ കൊണ്ട് ചിന്തിക്കാൻ തക്ക കൃപയിലുണ്ടമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗ്ഗത്തിലെ പിതാവേ, ആമേൻ. കർത്താവ് ആദ്യമേ പ്രത്യക്ഷമായത് മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ് എന്ന് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 10-11 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 17-18 വാക്യങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പത്രോസിന് പ്രത്യക്ഷനായി എന്ന് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമുക്ക് കാണാവുന്നതാണ്. തുടർന്ന് എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ 10 അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായി. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 14-ാം വാക്യവും ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 41 വരെങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തോമസ് ആ സമയത്ത് അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ പ്രത്യക്ഷമായി എന്ന് വിശുദ്ധ മർക്കോസ് 16-14 അതുപോലെ യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. തോമസ് ആ സമയത്ത് ഉണ്ടായിരുന്നു. തിബിരിയോസ് കടൽക്കരയിൽ 7 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 71 വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് 500-ലധികം വരുന്ന സഹോദരങ്ങൾക്ക് പ്രത്യക്ഷമായി എന്ന് 1 കൊരിന്ത്യർ 15-6 രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ യേശുവിന്റെ സഹോദരനായ യാക്കോബിന് പ്രത്യക്ഷനായി 1 കൊരിന്ത്യർ 15-7. പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും ഒരു മലയിൽ പ്രത്യക്ഷനായി. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇത് കൂടാതെ സ്വർഗ്ഗാരോഹണം ചെയ്ത ശേഷം സ്തേഫാനോസ് തന്റെ രക്തസാക്ഷി വേളയിൽ യേശുവിനെ കണ്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 55-56 വാക്യം. പൗലൂസിന് യേശു വെളിപ്പെട്ടു, രൂപാന്തരം നൽകി. 1 കൊരിന്ത്യർ 15-8 രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്: അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി എന്ന് എഴുതിയിരിക്കുന്നു. ഭാവികാല സംഭവങ്ങളെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമുള്ള രേഖകൾ നൽകുവാൻ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലന് യേശു വെളിപ്പെട്ടു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മരണത്തിൽ നിന്ന് എന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റത് യേശു ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ നിസ്തുലതകൾ ഒന്നായിട്ട് നിലകൊള്ളുന്നു. നാം ഇനിയും ക്രിസ്തുവിന്റെ 2ാമത്തെ പ്രത്യക്ഷയ്ക്കായി കാത്തിരിക്കുകയാണല്ലോ. കർത്താവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് ധാരാളം വചനങ്ങൾ ഉണ്ട്. അതിൽ 1-2 വചനം ഉദ്ധരിക്കാമെന്ന് കരുതുന്നു. യാക്കോബ് ലേഖനം 5-ാം അധ്യായം 7 എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ എബ്രായർ 9:28 അവൻ തനിക്കായി കാത്തു നിൽക്കുന്നവരെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. റോമർ 8:18 പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രത്യാശയുള്ളവരായി നമുക്ക് ഇരിക്കാം.
നിനയാത്ത നാഴികയിൽ മനുഷ്യത്വം വരുന്നുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പൻ. അതിനായി ദൈവം നിന്റെ പരിസ്ഥലം മുഖാന്തരം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വചനങ്ങൾ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. ആമേൻ. മണ്ണീരുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ, കാഹളനാദം കേൾക്കുന്ന